ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അടുത്തിടെ OTT റിലീസായ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന സിനിമയുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് പോരായ്മകളുമാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ വീഡിയോ ഓൾറെഡി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം ശരിയായി വന്നിട്ടുമുണ്ട്. അതൊന്നുമല്ലാതെ പുതുതായി കണ്ടെത്താൻ സാധിച്ച കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം തന്നെ ഈ സിനിമയുടെ പേര് നരവേട്ട എന്നും വായിക്കാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അത് ശരിയാവുന്നത് പോലെ തന്നെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ടൊവിനോയെ ഒരുപാട് ആളുകൾ ചേർന്ന് രാത്രിയിൽ ഒരു വേട്ടമൃഗത്തെ പിടിക്കുന്നത് പോലെ ചുറ്റും നിന്നും വേട്ടയാടി പിടിക്കുന്നത് കാണിക്കുന്നത്. അതിനുശേഷം വരുന്ന ഈ ഒരു സീൻ ശ്രദ്ധിച്ചാൽ അത് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ തർക്കം സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും അത് തന്നെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട കഥയായി വരാൻ പോകുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സിനിമയിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള 3 സ്ത്രീ കഥാപാത്രങ്ങളെ കാണിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള 3 സമരങ്ങളായിട്ടും നമുക്കിതിനെ കാണാം. അതായത് ആര്യ സലീം അവതരിപ്പിച്ച CK ജാനു എന്ന കഥാപാത്രം ഒരു സമൂഹത്തിന് വേണ്ടി മുഴുവൻ സമരം ചെയ്യുന്നു. അതുപോലെ തന്നെ ടൊവിനോ തോമസിന്റെ അമ്മ കഥാപാത്രം പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാതെ ഭർത്താവ് മരണപ്പെട്ടിട്ടും മുതിർന്ന ഒരു മകൻ ഉണ്ടായിട്ട് പോലും കഷ്ടപ്പാടുകളും കടബാധ്യതകളും ഒക്കെയായി അവരവരുടെ ജീവിതത്തിനോട് പോരാടുന്നു. മൂന്നാമത് PM രാധാകൃഷ്ണൻ അവതരിപ്പിച്ച നായിക കഥാപാത്രം പോലീസുകാരുടെ ആക്രമണങ്ങളെല്ലാം കണ്ട് നിസ്സഹായനായി തിരിച്ചു വന്ന് സങ്കടപ്പെടുന്ന വർഗീസ് എന്ന കഥാപാത്രത്തിന് തിരിച്ചു പ്രതികരിക്കാനുള്ള ധൈര്യം കൊടുക്കുന്നത് ഈ നായികയാണ്. ജോലി പോയാലും കേസ് വന്നാലും അതെല്ലാം ബാധിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തെ തന്നെയാണ്. എന്നാൽ അതൊന്നും വകവെക്കാതെ ടൊവിനോയെ പിന്നീട് അയാൾ നടത്താൻ പോകുന്ന ആ ഒരു ഒറ്റയാൾ സമരത്തിന് തുടക്കം കുറിക്കാൻ സഹായിക്കുന്നത് ഈ നായിക കൊടുക്കുന്ന ധൈര്യത്തിലൂടെയാണ്. അങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതും വളരെ സ്ട്രോങ് ആയിട്ടുള്ളതുമായ 3 സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. വർഗീസ് എന്ന പോലീസുകാരൻ വളരെ ചെറുതാണെങ്കിലും സ്വന്തമായി അയാൾക്കും ഒരു തരി ഭൂമിയുണ്ട്. എന്നിട്ട് പോലും മറ്റുള്ളവരുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും അയാൾ കേൾക്കേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാൽ ആ ആൾ തന്നെയാണ് തീരെ ഭൂമിയില്ലാത്ത ആളുകളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പോകുന്ന പോലീസുകാരനായി വരുന്നത്. ഇവിടെ ഉള്ളവൻ എന്നും സമൂഹത്തിലെ ഇല്ലാത്തവരെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു മെസ്സേജിനെ ഈ സിനിമ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ഈ സീൻ കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആദിവാസികൾക്കിടയിലുള്ള ഒരു ആചാരമാണ് നരിയെ വേട്ടയാടി അതിന്റെ നാവറുത്ത് അവരുടെ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കുക എന്നുള്ളത്. നമുക്കറിയാം, നാവറുക്കുന്നത് നിശബ്ദരാക്കാൻ വേണ്ടിയാണ്. അതായത് ഇനി വേട്ടയാടാൻ പോകുന്ന ആ ഒരു മൃഗം അത് താനാണെന്നും പോലീസുകാർ എല്ലാവരും ചേർന്ന് മിണ്ടാതാക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് ടൊവിനോ ഈ സ്വപ്നത്തിലൂടെ കാണുന്നത്. ഇനി നമുക്ക് ഈ സിനിമയിലെ കുറച്ച് പോരായ്മകൾ നോക്കാം. ചേരന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അയാൾ ആദിവാസികളോട് വളരെയധികം മാന്യമായിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ആ കുളത്തിൽ മാലിന്യം കലക്കുന്ന ആ ഒരു സീനോട് കൂടി അയാൾക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യം ചേരനോട് ഡയറക്റ്റ് ആയി ചോദിക്കുന്നത് സുരാജാണ്. സ്വാഭാവികമായും സുരാജിനോട് അയാൾക്ക് ദേഷ്യം തോന്നും. സോ ഇതെല്ലാം കഴിഞ്ഞാണ് സുരാജിനെ കാണാതാവുന്നത്. അപ്പൊ ഈ ഒരു മിസ്സിംഗ് കേസിൽ ചേരന് ഇൻവോൾവ്മെന്റ് ഉണ്ടാകാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന നമുക്ക് ചേരൻ തന്നെയാണ് സുരാജിന്റെ മർഡറിന് പിന്നിൽ എന്ന് റിവീൽ ചെയ്യുമ്പോൾ അതൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിട്ടൊന്നും തോന്നിയില്ല. അടുത്തത്, ഇവിടെ ഇങ്ങനെ ഒരു അടി നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് പോലീസുകാരും ആദിവാസികളും ഒക്കെ ഓടി വരുന്നുണ്ട്. പക്ഷെ രണ്ടാമത് അവർ തമ്മിൽ അടി നടക്കുകയും അത് കഴിഞ്ഞ് പോലീസ് വാനിന്റെ ഉള്ളിലേക്ക് അയാളെ കയറ്റി മർദ്ദിക്കുമ്പോഴും ഒരു ആദിവാസികളും ഇതൊന്നും അറിയുന്നതേയില്ല. ഓൾറെഡി അയാളെ കൊണ്ടുപോകുന്നത് ഒരു കുട്ടി കണ്ടതാണ്. പോരാത്തതിന് അയാളുടെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആ ഒരു നായ അത് തിരിച്ചറിയേണ്ടതുമാണ്. ഇതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ സുരാജിന്റെ കൊലപാതകം നടക്കുന്നത് ഏകദേശം ഉൾക്കാടുകളിൽ വെച്ചിട്ടാണ്. എന്നിട്ടും എങ്ങനെയാണ് ആ വാക്കി ടോക്കി ആദിവാസി പെൺകുട്ടിയുടെ കയ്യിൽ എത്തിയത് എന്നുള്ളതിന് ഒരു ഡീറ്റെയിലിംഗ് സിനിമയിൽ കൊടുക്കേണ്ടതായിരുന്നു. തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മജിസ്ട്രേറ്റിന് മുമ്പിൽ തുറന്നു പറഞ്ഞതിന് ശേഷം തന്നെയാണ് ടൊവിനോ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് അത് ആദ്യം തന്നെ പറയാതെ ഈ പോലീസുകാരുടെ ആക്രമണങ്ങൾ മുഴുവൻ സഹിക്കേണ്ടി വന്നു എന്നുള്ളത് ഇതിനോടകം ഒരുപാട് പേർക്കുണ്ടായ സംശയം തന്നെയാണ്. അതെന്തായാലും നമ്മൾ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.
ഇതുപോലെ പുതിയൊരു സിനിമാ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.